ഒരു കേസിൽ പ്രതി പോലുമല്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഈ BPL കമ്പനിക്കകത്ത് ഒരു ഷെയർ ഹോൾഡർ പോലുമല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെതിരെ നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഈ കഴിഞ്ഞ ദിവസം മരംമുറി ചാനല് അവര് പുറത്തുവിട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തില് ഇതേ കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കന്മാര് ഈ മരംമുറി ചാനലിന്റെ ആഫീസിലേക്ക് പ്രകടനം വെച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ മരംമുറി ചാനലിന്റെ വാക്കും കേട്ടുകൊണ്ട് കോൺഗ്രസുകാര് ഒരു കോലവും പൊക്കി പിടിച്ചുകൊണ്ട് നഗരസഭാ കവാടത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണവും ഉളുപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതിഷേധം വെക്കേണ്ടത് നിങ്ങളുടെ പാർട്ടി ഓഫീസിനകത്തേക്കാണ്, നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിനകത്തേക്കാണ്. കാരണം ഏറ്റവും താഴെയുള്ള ലോക്കൽ ലീഡർ മുതലേ നിങ്ങളുടെ ദേശീയ നേതാവ് വരെ കള്ളത്തരവും വെട്ടിപ്പും നടത്തിയിട്ട് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന നേതാക്കന്മാരെ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ഇവിടെ BPLന്റെ ഒരു ഷെയർ ഹോൾഡർ പോലുമല്ലാത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ നിങ്ങൾ ഇത്തരത്തിലുള്ള നീക്കവുമാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് പാലക്കാട്ടെ BJP നേതൃത്വത്തിന് വിശദമായിട്ടറിയാം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ഞങ്ങൾക്ക് വളരെ വിശദമായി തന്നെ അറിയാം. ഇവിടെ ഇനിയും ഇത്തരത്തിൽ ഉമ്മാക്കി കാട്ടുവാനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിരോധം നീക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്കും അതിന്റെ കഴിവ് പാലക്കാടുണ്ട് എന്ന് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അവരുടെ നേതാക്കന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങള് ഒരു കോലം നഗരസഭാ അങ്കണത്തിൽ വന്ന് കത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാമെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി പാലക്കാട്ടെ BJPയുടെ കരുത്ത് എന്താണെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു തരും.